വചനം ധ്യാനിക്കുമ്പോൾ ഷാലോം ടിവിയുടെ ഏറെ പ്രിയങ്കരായിട്ടുള്ള പ്രേക്ഷകരെ, മഹത്വത്തിൻ്റെ സാന്നിധ്യം എന്ന ഈ വചനപ്രഘോഷണ പരമ്പരയിലെ ഈ പുതുവത്സരത്തിലെ നിങ്ങൾ വീണ്ടും അഭിസംബോധന ചെയ്ത് കർത്താവിൻ്റെ വചനം സംസാരിക്കാൻ അവിടുന്ന് എനിക്ക് ഒരുക്കുന്ന അവസരത്തെ ഓർത്ത് ഏറെ കടപ്പാടോടും കൃതജ്ഞതയോടും കൂടി ഞാൻ കർത്താവിൻ്റെ തിരുമുൻപിൽ ശിരസ് നമിക്കുകയാണ്. കഴിഞ്ഞ തവണ മഹത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച് വീട്ടിലേക്ക് മടങ്ങവേ ബ്രദർ സന്തോഷ് എന്നോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം പിതാവ് മഹത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ നൽകുന്ന ദൂത് നവസുവിശേഷവൽക്കരണത്തെക്കുറിച്ച് ആയിരിക്കണം. ഏറെ ആകാംക്ഷയോടുകൂടെ സന്തോഷ് എന്നോട് ചോദിച്ചു, പിതാവ് എല്ലാവരും നവസുവിശേഷവൽക്കരണത്തെക്കുറിച്ചാണല്ലോ ഇപ്പോൾ സംസാരിക്കുന്നത്, ഈ വിഷയം മഹത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ വചനം കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി എന്തുകൊണ്ട് പിതാവ് ഒന്ന് വിശദീകരിച്ചുകൂടാ? അതുകൊണ്ട് ഇത്തവണ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നവസുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ള ചില ചിന്തകളാണ്. സ്നേഹമുള്ളവരെ, 2012 ഒക്ടോബർ മാസം 7 തുടങ്ങി 12 വരെ പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം മെത്രാന്മാരുടെ പ്രതിനിധികൾ റോമിൽ സമ്മേളിക്കുകയാണ്. ഇത് 13ാമത്തെ സാധാരണ സിനഡാണ്. ഈ സിനഡ് ചർച്ച ചെയ്യാനായിട്ട് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ നൽകിയിരിക്കുന്ന വിഷയം ന്യൂ ഇവാഞ്ചലൈസേഷൻ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഫെയ്ത്ത്, നവസുവിശേഷവൽക്കരണം വിശ്വാസ കൈമാറ്റത്തിന്. ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് കാരണമാകുന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം, സുവിശേഷവൽക്കരണ മേഖലയിലൊക്കെ സഭ ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ദൈവവിളികൾ ധാരാളം കുറയുന്നുണ്ട്. സെമിനാരികൾ അടയ്ക്കുന്നു, നൊവിഷ്യേറ്റുകൾ പൂട്ടുന്നു, ദൈവവിളികൾ വിരളമാകുന്നു. മാത്രമല്ല, വൈദിക ജീവിതത്തെക്കുറിച്ചും സമർപ്പിത ജീവിതത്തെക്കുറിച്ചും ഒരു കാലത്തും കെട്ടുകേൾവിയില്ലാത്ത ആരോപണങ്ങളും അപഖ്യാതികളും നാടുനീളം പരക്കുകയാണ്. സഭ ഏറെ പ്രതീക്ഷയോടും കൂടെ ഏറ്റെടുത്ത വലിയ ഉത്തരവാദിത്വം, സുവിശേഷവൽക്കരണം എന്ന വലിയ ഉത്തരവാദിത്വം പാതി വഴിയിലെ സഭയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ആകുലതകളും ആശങ്കകളും നമ്മുടെയൊക്കെ മനസ്സുകളെ ഭരിക്കുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും സഭയുടെ കാലം കഴിഞ്ഞു, സഭ അസ്തമനത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം സഭയിൽ കൂടി വരികയാണ്. പ്രത്യാശ നഷ്ടപ്പെട്ട ഈ സഭയുടെ പശ്ചാത്തലത്തിലെ പരിശുദ്ധ പിതാവ് നമ്മെ വിളിക്കുന്നത് നവസുവിശേഷവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ്. ഈ നവസുവിശേഷവൽക്കരണം എന്ന പദം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുക. സ്നേഹമുള്ളവരെ, സഭ സ്വഭാവത്താൽ പ്രേക്ഷിതയാണ്. സഭ കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് സുവിശേഷവൽക്കരണത്തിനാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷവൽക്കരണമാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ 28-ാമത്തെ അധ്യായം 18-ഉം 20-ഉം തിരുവചനങ്ങൾ
കർത്താവിൻ്റെ സ്വർഗാരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലെ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ വലതുവശത്തേക്ക് കരകയറുന്നതിന് മുൻപ് ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ്വ അധികാരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഭൂമിയുടെ ഒരു അതിർത്തി മുതൽ മറ്റേ അതിർത്തി വരെ എൻ്റെ സുവിശേഷം സർവ്വജനങ്ങളെ അറിയിക്കുക. വിശ്വസിക്കുന്നവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനസ്നാനം നൽകി സഭയുടെ രക്ഷയിലേക്ക് സ്വീകരിക്കുക. സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷവൽക്കരണ ദൗത്യം 2 മാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതിലൊന്നാമത്തെ മാനം സഭയ്ക്ക് ലോകത്തിലെ സർവ്വ മനുഷ്യരും സുവിശേഷം അറിയുന്നതുവരെ പ്രസംഗിക്കുവാനുള്ള ചുമതലയുണ്ട്. ഈ ലോകത്തിലെ അവസാനത്തെ മനുഷ്യൻ വരെ യേശുക്രിസ്തുവിനെ അറിയാനും രക്ഷകനായിട്ട് സ്വീകരിക്കാനും ഇടയാകുന്നത് വരെയാണ് സഭയുടെ ദൗത്യം. 2, സഭയുടെ ദൗത്യം ലോകത്തിൻ്റെ അവസാനം വരെയാണ്. ഈ ലോകത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ 2ാമത്തെ ആഗമനം വരെയാണ്. അതുകൊണ്ട് സഭയ്ക്ക് സുവിശേഷവൽക്കരണ ഉത്തരവാദിത്വം യേശുവിൻ്റെ 2ാമത്തെ ആഗമനം വരെ തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് സഭ സുവിശേഷകയാണ്. അസ്തിത്വം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും സുവിശേഷം മറ്റുള്ളവർക്ക് കൈമാറുകയാണ് സഭയുടെ ഉത്തരവാദിത്വം. ദ ട്രാൻസ്മിഷൻ ഓഫ് ഫെയ്ത്ത്. വിശ്വാസം കൈമാറാൻ വിളിക്കപ്പെട്ട സഭ. ഇവിടെയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് അനുകൂല സാഹചര്യങ്ങളിൽ നടത്തേണ്ട ഒരു ക്രയവിക്രയമാണെന്നുള്ള ധാരണ തെറ്റാണ്. സുവിശേഷം കർത്താവിൻ്റെ കാൽവരിയിലേക്കുള്ള യാത്രയാണ്. കർത്താവ് ജെറൂസലേമിലേക്ക് പോകാൻ ആഗ്രഹിച്ച് അപ്പസ്തോലന്മാരെ കൂട്ടിന് ക്ഷണിച്ചപ്പോൾ പത്രോസ് കർത്താവിനോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അവിടെ അപകടമാണ്, അവിടെ അസ്വസ്ഥതയാണ്, സാഹചര്യം നിനക്ക് അനുകൂലമല്ല, പ്രതികൂലമാണ്. അതുകൊണ്ട് നീ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ആ പത്രോസിനെ നോക്കിയിട്ടാണ് കർത്താവ് വിളിക്കുന്നത് സാത്താനെ. സുവിശേഷവൽക്കരണത്തിന്റെ മുൻപിലുള്ള പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് പിറകോട്ടടിക്കുന്ന സഭ ഒരു പക്ഷേ പത്രോസിനെ വിളിച്ച അതേ വിശേഷണം കൊണ്ട് വിളിക്കപ്പെടാൻ കാരണമാകുകയാണ്. സാത്താന്റെ അടിമത്വത്തിലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് പ്രതികൂല സാഹചര്യങ്ങൾ കാണുമ്പോൾ ഭയപ്പെട്ടു മാറുന്ന സഭ അത് കർത്താവിൻ്റെ വഴികളിലല്ല, അത് ലോകത്തിൻ്റെ വഴികളിലാണ്, അത് പിശാചിൻ്റെ അടിമത്വത്തിലാണ്. സ്നേഹമുള്ളവരെ, ആദിമസഭ സുവിശേഷം പ്രസംഗിച്ചതൊക്കെ അനുകൂലമായ സാഹചര്യത്തിലാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് കൂടെ പറയാനുള്ളത്. ഒരുപക്ഷേ നമ്മുടെ ആരാധനാക്രമത്തിലെ കൈത്താക്കാലത്തിലെ സഭയുടെ വളർച്ചയെ ആരാധനാക്രമം ഓർക്കുന്ന കാലഘട്ടത്തിലെ നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് കുതിർന്ന മണ്ണിൽ വളർന്നു പുഷ്പിച്ച സഭ. സഭ വേരോടുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലാണ്. ഒരുപക്ഷെ സഭ ഇന്ന് സുവിശേഷവൽക്കരണത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അനുകൂല സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ട് പിറകോട്ട് മാറി അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ സുവിശേഷം പ്രസംഗിക്കാമെന്നുള്ള എൻ്റെയും നിങ്ങളുടെയും മിഥ്യാധാരണയാണ്. ആദിമസഭ സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് സുവിശേഷത്തിലെ സൂചനകളുണ്ട്. ഞാനൊരു 3 സൂചന നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ആദ്യത്തെ സൂചന ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലെ 13 തുടങ്ങി 35 വരെയുള്ള തിരുവചനങ്ങൾ. എമ്മാവുസിലേക്ക് യാത്ര പുറപ്പെട്ട ശിഷ്യന്മാരുടെ കഥ. അവർ ജെറൂസലം വിട്ടത് കർത്താവിനെ പ്രസംഗിക്കാനല്ല,
കർത്താവിനെ പ്രസംഗിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന പ്രതിസന്ധികളെ അതിൽ നിന്ന് ഓടി അകലാനാണ്. അതുകൊണ്ടാണ് കർത്താവ് അവരെ മടയന്മാരെ, ഭോഷന്മാരെ, അടയ്ക്കപ്പെട്ട നയനങ്ങളുള്ളവരെ എന്നൊക്കെ വിളിച്ചത്. ഞാനും നിങ്ങളും ഇന്ന് എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ തുടർച്ചയാകുകയാണ്. രണ്ടാമത്തെ ഒരു സാഹചര്യം യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനം. അതിപ്രകാരമാണ്: യഹൂദന്മാരെ ഭയന്ന് കതകടച്ച് ഒളിച്ചിരുന്ന ശിഷ്യന്മാർ. അങ്ങനെ തന്നെയാണ് പ്രയോഗം. കർത്താവിൻ്റെ കബറടക്ക ശുശ്രൂഷ കഴിഞ്ഞ ശേഷം രണ്ടുപേര് എമ്മാവൂസിലേക്ക് ഓടിയെങ്കിലേ ഓടാൻ തൻ്റെ ഇടമില്ലാത്തവരെ കതകടച്ച് ആളുകളെ അഭിമുഖീകരിക്കാതെ ഒളിച്ചിരിക്കുക ചെയ്തത്. ഇന്ന് പലപ്പോഴും സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഒരു ചിന്താഗതി ഈ സുവിശേഷ ഭാഗവുമായിട്ട് ഒരുപാട് സാധർമ്യമുണ്ട്. എല്ലാം പുല്ലാപ്പ, മിണ്ടാതിരിക്കുന്നത് നല്ലത്. പരമാവധി എൻ്റെയും നിങ്ങളുടെയും ശുശ്രൂഷകൾ പരിമിതപ്പെടുത്തി കതകടച്ച് ആർക്കും മുഖം കൊടുക്കാതെ ഒളിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സഭയുണ്ടെന്ന്. ഞാനും നിങ്ങളും ആ സഭയുടെ ഭാഗധേയങ്ങളാ. മൂന്നാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ തിരുവചനം. കർത്താവ് പത്രോസിനെ നോക്കി പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയാമോ? പത്രോസെ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ താക്കോല് ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. ഇങ്ങനെ അധികാരപ്പെടുത്തിയ പത്രോസ് കർത്താവ് മരിച്ച് എല്ലാം അവസാനിച്ചു എന്ന് ബോധ്യമായപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞ എന്താണെന്നറിയാമോ? ഞാൻ മീൻ പിടിക്കാൻ പോവാ. കഫർനാഹോമിലെ കടൽ തീരത്ത് ഞാൻ ഉപേക്ഷിച്ച വള്ളവും വലയും അത് തേടി എൻ്റെ പഴയ മാളത്തിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. കൂട്ടുശിഷ്യന്മാരെന്താ പറഞ്ഞെന്നറിയാമോ? നീ പോകുകയാണെങ്കിൽ നിന്റെ കൂട്ടിന് ഞങ്ങളും ഉണ്ട്, നമുക്ക് ഈ പണി അവസാനിപ്പിക്കാം. ഞാനിത് പറയുന്നത് കർത്താവിൻ്റെ സഹനത്തിൻ്റെ മഹാരഹസ്യത്തിൻ്റെ മുൻപിലെ സാഹചര്യങ്ങൾ പ്രതികൂലമായതിൻ്റെ പേരിലേ എല്ലാം അവസാനിപ്പിച്ച് കടപൂട്ടി കടൽ തീരത്തേക്ക് മടങ്ങാൻ തീരുമാനിച്ച അപ്പസ്തോലന്മാരുടെ നടുവിലേക്കാണ് പരിശുദ്ധാത്മാവ് പന്തക്കൊസ്ത കടന്നു വരുന്നത്. പിന്നീട് അവിടുന്ന് ആരംഭിക്കുന്ന നവസുവിശേഷവൽക്കരണം അതെന്താണെന്നറിയാമോ? പ്രതികൂലങ്ങളെ വെട്ടിത്തെളിച്ച് കർത്താവിൻ്റെ സുവിശേഷം പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രതിഷ്ഠിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയാണ് പിന്നെ നിങ്ങൾ കാണുന്നത്. കർത്താവിൻ്റെ സഭ ആദിമ കാലഘട്ടത്തിൽ നേരിട്ട പ്രതിസന്ധികൾക്കുള്ള മറുപടി പിന്നെ ശിഷ്യന്മാർ നൽകുന്നുണ്ട്. ആദ്യത്തെ സുവിശേഷം മത്തായിയാണ് രചിക്കുന്നത്. സഭ നേരിട്ട വലിയൊരു പ്രതിസന്ധിക്ക് മറുപടിയാണ് മത്തായി തൻ്റെ സുവിശേഷം കൊണ്ട് എഴുതി തീർത്തത്. യഹൂദ പാരമ്പര്യത്തിലെ പ്രവാചകന്മാർ വാഗ്ദാനം ചെയ്ത പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തുവാണെന്ന് തെളിയിക്കാൻ പഴയ നിയമ ഉദ്ധരണികൾ മാത്രം നിരത്തി വെച്ചുകൊണ്ടാണ് മത്തായി ക്രിസ്തുവിനെ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാനാണ് ആദ്യമായിട്ട് പറഞ്ഞത് വചനം മാംസമായി. യൗവന തത്വചിന്തയിലെ അറിവിൻ്റെ അടയാളമായിരുന്നു വചനം. വചനം ലഭിച്ചവർക്ക് രക്ഷ കിട്ടും. വചനത്തിലൂടെ മാത്രമേ രക്ഷ സാധിക്കുകയുള്ളൂ. ഈ യൗവന തത്വചിന്തയ്ക്ക് മുഴുവൻ ചുട്ട മറുപടി കൊടുക്കാനാണ് യോഹന്നാൻ പറഞ്ഞത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം പിതാവിനോടുകൂടെയായിരുന്നു, ആ വചനമാണ് മനുഷ്യാവതാരത്തിലെ മാംസമായത്. യഹൂദ നിയമങ്ങൾക്ക് മത്തായി മറുപടി പറഞ്ഞെങ്കിലേ യൗവന ദാർശനികതയ്ക്ക് സുവിശേഷത്തിൻ്റെ മറുപടി നൽകുകയാണ് യോഹന്നാൻ. നിങ്ങൾ നോക്കൂ, അപ്പസ്തോലനായ പൗലോസിലേക്ക് വരുമ്പോൾ അന്നത്തെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? യൗവനരും യഹൂദരും ഒരുപോലെ വിശ്വസിച്ചിരുന്നത് നിയമങ്ങൾ അറിഞ്ഞാൽ രക്ഷ സാധിക്കും. നിയമങ്ങൾ അറിയുക, നിയമങ്ങൾ പാലിക്കുക, രക്ഷ സാധിക്കും. ഒരുപക്ഷെ
പൗലോസ് അപ്പോസ്തലൻ മറുപടി പറഞ്ഞു, എനിക്കെല്ലാ നിയമങ്ങളും അറിയാം, എനിക്ക് അറിവ് കുറവൊന്നുമില്ല, പക്ഷെ അറിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ എനിക്ക് കഴിയുന്നില്ലെന്നുള്ളതാണ് എൻ്റെ ഗതികേട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിന്റെ കൃപ വേണം, നിന്റെ കൃപയില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. സ്നേഹമുള്ളവരെ, അന്ന് കാലത്ത് നടന്ന മതമർദ്ദനങ്ങൾ നിങ്ങൾക്കറിയാം. നീറോയും ഡയോക്ലീഷ്യനും ഒക്കെ എന്തുമാത്രം ആദിമ ക്രൈസ്തവരെയാണ് മർദ്ദിച്ച് രക്തസാക്ഷികളാക്കിയിരിക്കുന്നത്. ആദിമ ക്രൈസ്തവർ മുഴുവൻ രക്തസാക്ഷി പകടം ചൂടിയവരാ. 12 അപ്പസ്തോലന്മാരിലെ യോഹന്നാൻ ഒഴികെ 11 പേർക്കും രക്തസാക്ഷി മകുടമാണ് കർത്താവ് കൊടുത്തത് സമ്മാനമായിട്ട്. യോഹന്നാൻ മാത്രമാണ് വാർദ്ധക്യത്തിലെ പ്രായാധിക്യം കൊണ്ട് മരിച്ചത്. ബാക്കി എല്ലാവരും അടികൊണ്ടും കുരിശിലേറ്റിയും കുതിരക്കുളമ്പിലെ കെട്ടി വലിച്ചും തളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുത്ത് പൊരിച്ചും ഒക്കെയാണ് കൊന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ കാണുന്നത് എന്താ? രക്ഷകൻ സാർവത്രിക രക്ഷകനാണ്. യഹൂദ മതത്തിന്റെ 4 ചുറ്റളവിലെ ഒതുക്കി നിർത്തേണ്ട ഒരു ബേത്ലഹേമല്ല. കാൽവരിയിലെ കുരിശേം ലോകത്തിന്റെ ഇടതോട്ടും വലതോട്ടും മുകളിലോട്ടും താഴോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഉയർത്തപ്പെട്ട രക്ഷയുടെ അടയാളമാണ്. അത് സാർവത്രികമാണ്. അതുകൊണ്ട് തന്നെയാണ് ലൂക്ക അപ്പസ്തോലൻ കർത്താവിന്റെ അത്ഭുതങ്ങളിലൊക്കെ തന്നെ മാതൃകായോഗ്യമായിട്ട് അവതരിപ്പിക്കുന്നത് കാനാൻകാരി സ്ത്രീ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, ധൂർത്തപുത്രൻ, ആർക്കും വേണ്ടാത്തവനും വെറുക്കപ്പെട്ടവനുമായ സമറിയക്കാരൻ, അവനാണ് നല്ലവനാകുന്നത്. അതുകൊണ്ട് തറവാട്ട് സ്വത്തല്ല രക്ഷ, അത് തമ്പുരാന്റെ കൃപയാണ്. സന്മനസ് കാണിക്കുന്ന എല്ലാവർക്കും അതിന് അവകാശമുണ്ട്. ഇനി എന്താണ് നവസുവിശേഷവൽക്കരണം? ആദിമസഭ നേരിട്ട പ്രതിസന്ധികളല്ല ആധുനിക സഭ നേരിടുന്നത്. ആധുനിക സഭയുടെ മുൻപിലുള്ള വെല്ലുവിളികള് അനിതര സാധാരണമായ വിധത്തില് വലുതാണ്. ആദിമസഭയ്ക്കുണ്ടായിരുന്ന പ്രതിസന്ധികള് ഒരുപക്ഷെ ഇന്ന് ഞാനും നിങ്ങളും അനുകൂലമാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മെ മർദ്ദിക്കുന്നത് ആരാ? നമുക്കിന്ന് മതമർദ്ദനം ഒന്നുമില്ല. രക്തസാക്ഷികൾ അപൂർവത്തിൽ അപൂർവമാണ്. ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ എല്ലാ അവകാശങ്ങളും കിട്ടുക, ന്യൂനപക്ഷ അവകാശം, കോളേജുകളിൽ മൈനോറിറ്റിയുടെ പ്രത്യേകതകൾ, എല്ലാ അവകാശങ്ങളും കിട്ടുക. അതുകൊണ്ട് ആധുനിക സഭ നേരിടുന്ന പ്രതിസന്ധികൾ വളരെ വ്യത്യസ്തമാണ്. ഞങ്ങൾ റോമിൽ പുതിയ മെത്രാന്മാർക്കൊരു കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സിന് ഞങ്ങൾ ചെന്നപ്പോൾ 162ഓളം മെത്രാന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പയെ കണ്ടപ്പോൾ മാർപ്പാപ്പ വളരെ വാത്സല്യപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ചിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യത്തെക്കുറിച്ച് മാർപ്പാപ്പ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. മാർപ്പാപ്പ പറഞ്ഞു, ഡിസൈപ്പിൾഷിപ്പ് ഈസ് ഓൾവേസ് അണ്ടർ ദ പ്രഷർ ഓഫ് മാർട്ടിഡം. ശിഷ്യത്വം എന്ന് പറയുന്നത് രക്തസാക്ഷിത്വത്തിന്റെ സമ്മർദ്ദത്തിലാണ്. എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞു, ആദിമസഭ രക്തം ചിന്തിക്കൊണ്ടാണ് രക്തസാക്ഷികളായത്, ആധുനിക സഭ കണ്ണുനീർ ചിന്തിക്കൊണ്ടാണ് രക്തസാക്ഷികളാകുന്നത്. സ്നേഹമുള്ളവരെ, നവസുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടം സഭയ്ക്ക് മുൻപിൽ ഉയർത്തുന്ന വെല്ലുവിളികളുടെ നടുവിലെ കർത്താവല്ലാതെ മറ്റൊരു മറുപടി രക്ഷയ്ക്കില്ലെന്ന് അവതരിപ്പിക്കാൻ സഭാ തനയര് കാണിക്കുന്ന കാഴ്ചപ്പാടാണ് നവസുവിശേഷവൽക്കരണം. പ്രതിസന്ധികൾ പുത്തനാണ്, പ്രശ്നങ്ങള് നൂതനങ്ങളാണ്. ഇതിന്റെ നടുവിലും സഭ പിറകോട്ട് മാറില്ല. ഒരിക്കലും പ്രശ്നങ്ങൾ തീരാത്ത, പ്രശ്നങ്ങൾ വിട്ടൊഴിയാത്തൊരു വീടാണ് സഭ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അത് കാൽവരിയിലേക്കുള്ള യാത്രയാണ്, കുരിശിലുള്ള മരണമാണ്. ദുഃഖവെള്ളി കഴിയാതെ ഉയർപ്പ് ഞായർ സംഭവിക്കുകയില്ല. അതുകൊണ്ട് പ്രതിസന്ധികളില്ലാത്തൊരു സഭയെ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവർ കർത്താവിന്റെ ശിഷ്യത്വത്തിൽ നിന്ന് ഏറെ അകലെയാണ്. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ,
ഷാലോമിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യമെന്ന ഈ പ്രോഗ്രാമിലെ അനുവദിക്കപ്പെട്ട സമയം പൂർത്തിയാകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം അതിൻ്റെ പൂർണ്ണതയിലെ എനിക്ക് നിങ്ങളോട് പ്രതിപാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിലെ ഈ വിഷയം അതിൻ്റെ പൂർണ്ണതയിലെ തുടർന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയും. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ സർവ്വനിയോഗങ്ങളെയും കാത്തുപരിപാലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയും കടാക്ഷവും കർത്താവിൻ്റെ കരുതലും കൃപയും നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ സർവ്വനിയോഗങ്ങൾക്കും ഈ പുതുവത്സരം മുഴുവൻ ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഇതാ ദൈവം ഭൂമിയിൽ വന്നു, മർത്യനു മന്നയായി തീർന്നു. ഇതാ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂവിന്നു ഭോജ്യമായി വന്നു. ഈയപ്പം ഭക്ഷിപ്പോരെന്നും ജീവിക്കും, ഈയപ്പം ദൈവത്തിൻ ദാനമല്ലയോ. ഈയപ്പം ഭക്ഷിപ്പോരിൽ ദൈവം ജീവിക്കും. പരമപരിശുദ്ധനായ ദൈവം ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് നമ്മുടെ മേൽ പകരുന്ന അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവമക്കളെ വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ വത്സല പിതാവ് റാഫേൽ തട്ടിൽ പിതാവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മോട് ഇന്ന് സംസാരിക്കുകയായിരുന്നു. എത്രയോ അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് സ്വർഗം നമ്മളെ വഴി നടത്തിയത്. നമുക്ക് നന്ദി പറയാം. വിശ്വാസത്തോടെ ഇരുകരങ്ങളും ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലേക്ക് തുറന്ന് യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ, അനേകം ബന്ധനങ്ങൾ തകരുന്ന സമയമാണ്. ദൈവശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയമാണ്. ഭാരപ്പെട്ട് വേദനിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളിലുള്ള അടിമത്വ കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യ അനുഭവത്തിലേക്ക്, നിത്യജീവന്റെ പ്രത്യാശയിലേക്ക്, സുവിശേഷത്തിന്റെ യഥാർത്ഥമായ പ്രഭയിലേക്ക് അനേകം ജീവിതങ്ങളെ പരിശുദ്ധാത്മ വഴി നടത്തുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കേ. കർത്താവ് പകരുന്ന അഭിഷേകത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനങ്ങൾ അടിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, നുഖങ്ങൾ ഒടിയട്ടെ, സകല ഭാരങ്ങൾ മാറട്ടെ. ഓ കർത്താവേ, ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം ആയിരങ്ങളിലേക്ക് ഇപ്പോൾ അത്ഭുതത്തിന് അഭിഷേകമായി, സൗഖ്യത്തിന് അഭിഷേകമായി, വിടുതലിന്റെ അഭിഷേകമായി, ദൈവവചനത്തിന് അഭിഷേകമായി കത്തിപ്പടരണമേ. ഹല 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 ഹല. ഉണർവയക്കണമേ നാഥ, ഞങ്ങൾ ശക്തിയ നിറഞ്ഞിടുവാൻ. ഉണർവയക്കണമേ നാഥ, ഞങ്ങൾ വിശുദ്ധിയ നിറഞ്ഞിടുവാൻ. കർത്താവേ, പ്രവർത്തിക്കണമേ. വിശ്വസിക്കുന്ന ജീവിതങ്ങളിലേക്ക് അഭിഷേകമായി ഇറങ്ങി വരണമേ. പ്രാർത്ഥിക്കുന്ന അനേകം കുടുംബങ്ങളിലേക്ക് കൃപയായി വെളിപ്പെടണമേ. ഹല്ലേലൂയ. കർത്താവേ, വിശ്വസ്തയോടെ നിലകൊള്ളുന്ന അനേകം സഭാ സമൂഹങ്ങളിലേക്ക് കാലഘട്ടത്തിന്റെ വചന ശക്തിയായി അങ്ങ് വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ വാഹകരായി ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി.